കഴിഞ്ഞ ദിവസം വിട പറഞ്ഞുപോയ നഈം ഫൈസി എന്ന് പറയുന്ന യുവ പണ്ഡിതൻ. പേര് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൃദയത്തിലൊരു വിങ്ങൽ. ഇനി ഒരാഴ്ച അപ്പുറം മാത്രം ബാക്കി നിൽക്കണം അദ്ദേഹത്തിൻ്റെ സനദ് ദാനത്തിന്. ഫൈസി ബിരുദം വാങ്ങാനായി ജാമിഅ നൂരിയയിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു ചെല്ലുന്ന കാഴ്ചയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. കുറച്ച് മാസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. പ്രതിശ്രുത വധു അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വപ്നലോകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വേളയിലാണ് ഈ അപകട മരണത്തെക്കുറിച്ച് അവരിങ്ങനെ കേൾക്കുന്നുണ്ടാവുക. അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ശുഹദാക്കളോടൊപ്പം അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. സൗമ്യശീലനായ ഒരു പണ്ഡിതൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മുതഅല്ലിമായ ഇൽമിനോട് താല്പര്യമുള്ളൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന് ഒരുപാട് ഗാനങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. മനോഹരമായ മുത്തുനബിയുടെ മദ്ഹുകൾ, മനോഹരമായ ആലാപനം, ഏറെ ഹൃദയത്തെ കൊളുത്തി വലിച്ച ഒരു ഗാനം. അത് മരണത്തെക്കുറിച്ചാണ്. നമ്മളൊരുപാട് കേട്ടുപതിഞ്ഞു പോയ ഗാനങ്ങളാണെങ്കിലും മരണത്തെക്കുറിച്ച് പാടിയ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് ആ പാട്ട് വീണ്ടും ഇങ്ങനെ കേൾക്കുന്നത് പോലെ അടുത്തത് ഞാനാണോ 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 എന്നെൻ്റെ മനസ്സിങ്ങനെ ചോദിക്കുന്നത് പോലെ ഹൃദയം ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. ഓരോരോ വീർപ്പിലെന്റെ ആയുസ്സെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും. മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും, മന്നാനെ സുവർഗത്തിലൊരിടം തന്ന് കനിയോ. അദ്ദേഹത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ശുഹദാക്കളോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാ. കുടുംബത്തിന് നീ മനോബലം നൽകണേ അല്ലാ. ഓരോ മരണത്തിൻ്റെ വക്കിലും ഓരോ മരണ വീട്ടിലും വന്നിട്ട് അസ്രായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നൊരു വാക്കുണ്ടത്രേ, നിങ്ങളെന്തിനാ ഇങ്ങനെ കരയണേ, നിങ്ങളെന്തിനാ ഇങ്ങനെ വേദനിക്കണേ? ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല. ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല. ഒരു നിമിഷം പോലും ഞാൻ തട്ടിയെടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖലാഇനനുസരിച്ചാണ് ഞാൻ റൂഹ് പിടിച്ചത് എന്ന് അസ്രായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും അത്രേ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കരയല്ലേ, ഞാൻ ഇനിയും ഈ വീട്ടിലേക്ക് വരേണ്ടവനല്ലേ? എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹു നമുക്കൊക്കെ സമാധാനം തരട്ടെ.